ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖന്നെ, അൽഹംദുലില്ലാ. നമ്മളും സുഖമായിട്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പുതിയ വിശേഷം ഷെയർ ആക്കാനുണ്ടെന്ന്. അപ്പം കുറച്ച് ആൾക്കാർ എനിക്ക് കമൻറ്റും അയച്ചിട്ടുണ്ട്, എന്ത് പുതിയ വിശേഷം ഉണ്ട്, അൽഹംദുലില്ലാ എന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ ഇൻസ്റ്റയിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടുണ്ട് എന്നിട്ടാ നിങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വിശേഷം ഉണ്ടല്ലേ എന്നെല്ലാം. ആ ഒരു വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ പറയും കേട്ടോ, അപ്പം ഞാൻ പറയും, എല്ലാവർക്കും അറിയും. അതല്ലാതെ ഇതിപ്പം നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ഞാനൊരു ഷോപ്പ് ഓപ്പൺ ആക്കാൻ പോവാന്ന്. അൽഹംദുലില്ലാ, എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ, എൻ്റെ ഫാദുവിൻ്റെ. അങ്ങനെ വലിയ ഷോപ്പൊന്നുമല്ല കേട്ടോ, സ്റ്റോറ് പോലെ ഡ്രസ്സിൻ്റെ ഷോപ്പാണ്. അപ്പം നിങ്ങൾക്കറിയാം, കുറച്ചെങ്കിലും ആൾക്കാർക്ക് അറിയാമായിരിക്കും, ഞാൻ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അല്ല കേട്ടോ, ഒരു വർഷം മുന്നേ. അപ്പം പിന്നെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂ വന്ന്, പിന്നെ എന്തെല്ലോ നാട്ടിലേക്ക് പോയി. പിന്നെ ഞാൻ നന്നായിട്ട് തടിച്ചല്ലേ, ഹെൽത്ത് ഇഷ്യൂ വന്നതിന് ശേഷം തീരെ കഴിയാതായി. പിന്നെ എൻ്റെ ഉമ്മാക്ക് കഴിയാതായി, പിന്നെ ഉമ്മ മരണപ്പെട്ട്, അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ഒന്നിനും ഒരു മൂഡില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ തന്നെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് വീഡിയോസ് ചെയ്യാനുള്ളതൊന്നും താല്പര്യമില്ലായിരുന്നു. ഞാൻ നന്നായിട്ട് നീര് വന്ന പോലെ നന്നായിട്ട് ബീങ്ങിനല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതെല്ലാം മാറട്ടെ. പക്ഷേ അത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 6 മാസമെങ്കിലും കഴിയും അതിങ്ങനെ തടി ഇങ്ങനെ കുറഞ്ഞ് വരാനെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വെയിറ്റ് ആക്കിയതാണ് കേട്ടോ. പിന്നെ ഫാദർ പറഞ്ഞ് വേണ്ട, ഇനിയിപ്പം നീ ഓൺലൈനിലായിട്ട് ചെയ്യേണ്ട, കാരണം ഞാൻ ഓൺലൈനിൽ ഈ ഡ്രസ്സിൻ്റെ എല്ലാം ബിസിനസ് ചെയ്തപ്പോൾ തന്നെ UAE മാത്രമുള്ളതിന് കേട്ടോ ഡെലിവറി. അപ്പം തന്നെ അജ്മാലിൽ ഷാർജയിലുള്ളവരോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അടുത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുവേണ്ടി വന്നിട്ട് ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നോക്കാമല്ലോ. കാരണം ചില ഈ കോഡ് സെറ്റെല്ലാം എക്സലിൻ്റെ ചിലപ്പം ലാർജിൻ്റെ സൈസാണ്, അപ്പം കറക്റ്റ് നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എനിക്കൊരു ബേജാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് ഒരു ഓഫ്ലൈന് ചെയ്യുക, ചെറിയൊരു ഷോപ്പ് എടുത്തിട്ട് അങ്ങനെ ഇനി ചെയ്യുക, ഇനിയും സാധനം ഇറക്കണം, എന്നിട്ട് ചെയ്യാമെന്നറിഞ്ഞ് അങ്ങനെ. പിന്നെ ഞാൻ പറഞ്ഞല്ലേ, ഇങ്ങനെ ഓരോ കാരണം കൊണ്ട് ഡിലേ ആയതാണ്. പിന്നെ ഉമ്മാൻ്റെ ആ ഒരവസ്ഥ ആലോചിച്ച് എല്ലാം പിന്നെ നമുക്ക് ഒന്നൊരു മനസ്സിന് സമാധാനമില്ലായിരുന്നു. പിന്നെ ഉമ്മാൻ്റെ മരണം, പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിലേക്ക് പോയി, ഫാദറിൻ്റെ ബ്രദറിൻ്റെ കല്യാണം, അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരോ കാരണങ്ങൾ കേട്ടോ. അങ്ങനെ ഡിലേ ആയതാണ്. അപ്പോൾ ഇപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ ആഗ്രഹിച്ചത് നമ്മൾ ഇപ്പം നേടിയിട്ടുണ്ട്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഇതാണ് കേട്ടോ നമ്മളെ ഷോപ്പ്. ഈ ഷോപ്പിൻ്റെ ലൊക്കേഷനെല്ലാം ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ തന്നെ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഓരോ സെറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഗോൾഡും വൈറ്റും കൂടെയുള്ള ആ ഒരു തീമാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ ട്രയൽ റൂം ഉണ്ടാക്കാനുണ്ട് എന്നെ, അതൊക്കെ ലാസ്റ്റായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സും എല്ലാം സെറ്റാക്കി, ഫാദറിൻ്റെ ചെങ്ങായും വൈഫും എല്ലാം ഉണ്ടായിട്ട് നമ്മളെ കൂടെ എല്ലാം ചെയ്തു തരാനെല്ലാം മാഷാ അല്ലാ. പിന്നെ ചെങ്ങായിൻ്റെ കൂടെ തന്നെ നമ്മൾ ആങ്കറെല്ലാം നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ഷോപ്പ് അത്ര നല്ല വലുതും അല്ല, പിന്നെ അപ്പം ചെറുതാണ് നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയത്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ടച്ച്, നമ്മൾ ഗോൾഡൻ വൈറ്റും കൂടെ തീമിലല്ല ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളറായിട്ട് ഈ റൗണ്ടിലിതാ. അപ്പം ഇതിലാകുമ്പോൾ കുറച്ച് സ്പേസ് മതി, പിന്നെ കുറേ ഡ്രസ്സ് ഇടാം കേട്ടോ. അങ്ങനെ അതിൻ്റെ നടുക്കലും നമുക്ക് ഹാങ് ചെയ്തിടാം. പിന്നെ ഹോൾസ് വന്ന് അപ്പം അവിടെയും ഹാങ് ചെയ്തിടാം. അപ്പം പിന്നെ നമ്മൾ അതന്നെ സെലക്ട് ആക്കി. അതിൻ്റെ സിൽവർ ഉണ്ട്, പിന്നെ ഈ നീളത്തിൻ്റെതെല്ലാം ഉണ്ട് കേട്ടോ, പക്ഷേ കുറേ സ്പേസ് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതന്നെ കേട്ടോ സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മെയിനായിട്ട് വേണ്ടത് ചെറിയ ആങ്കറില്ലേ, അതായത് ആ ഗോൾഡൻ കളർ വന്നതന്നെ. അപ്പം അതൊരു 3-4 സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടിയത് ഡമ്മി വേണ്ടിയിരുന്നു കേട്ടോ. അപ്പം അത് നോക്കിക്കൊണ്ടുള്ളതാണ്. അപ്പം ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഡമ്മിക്കെല്ലാം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല റേറ്റ് തന്നെ ഉണ്ട്. പിന്നെ ഈ ഗോൾഡൻ കളർ വന്നതിനെല്ലാം നല്ല റേറ്റ് ഉണ്ട്. അപ്പം അതൊന്നും നമ്മൾ വാങ്ങിച്ചില്ല കേട്ടോ, സാധാരണ ഡമ്മി വാങ്ങിച്ച്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒരു 3-4 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞാൽ എനിക്ക് കഴിയാത്തതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം കുറേ ആൾക്കാർ
ആരെന്ന് പറയുന്നില്ല, കുറേ ആൾക്കാർ എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായി ഓൺലൈൻ ബിസിനസ് തുടങ്ങിയിട്ട് നിർത്തിപ്പോയില്ലേ, എന്തായി അങ്ങനെയെല്ലാം പറഞ്ഞിട്ടൊരു കളിയാക്കല്ലേ, അത് നല്ലോണം ബേജാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഫാദർ പറഞ്ഞ് അതൊന്നും മൈൻഡാക്കണ്ട, നമ്മളെങ്ങനെ നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കറക്റ്റാണ്. പക്ഷേ എനിക്കതിങ്ങനെ ഓരോരുത്തർ പറഞ്ഞിട്ട് നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ അതൊരു ബേജാറായി കൊണ്ടുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും ചെറിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഓൺലൈനിലും ഞാൻ ആ ഒരു ടൈമിൽ വീഡിയോ ചെയ്ത ടൈമിൽ പോയിക്കൊണ്ടുണ്ടായിന്. പിന്നെ അജ്മാൻ, ഷാർജ, ദുബായ് അവിടേക്ക് മാത്രമേ ഡെലിവറി ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഓഫ്ലൈനായിട്ട് നമ്മൾ ഷോപ്പിൽ വന്നിട്ട് വിസിറ്റ് ആക്കുക. അജ്മാൻ, ഷാർജ, ദുബായിലൊക്കെ ഉള്ളവരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് നമ്മളെ ഷോപ്പിൽ എന്തായാലും വരും കേട്ടോ. ഇത് എവിടെയെന്ന് പറഞ്ഞാൽ ലുലു, KM ഒക്കെ അറിയില്ല, നെസ്റ്റോ. അപ്പോൾ നെസ്റ്റോ കഴിഞ്ഞിട്ട് ചായക്കട, എക്സ്റ്റൈന്, ബെസ്റ്റ് ഗ്രില്ലെല്ലാം ഉണ്ട്. അവിടെ നിന്ന് കുറച്ചും കൂടെ വന്നാൽ ഷെയ്ഖ് ബിൽഡിംഗ് എന്ന് പറയും, ഒരു പഴയ ബിൽഡിങ്ങാണ് കേട്ടോ. അതായത് അമിന ഹോസ്പിറ്റലിൻ്റെ ഒക്കെ ഫ്രണ്ടിലുള്ള ഡ്രീംസി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് റോഡിൻ്റെ അപ്പുറത്തായിട്ട് ഒരു പഴയ ബിൽഡിങ് കാണാം. അതിൽ മിനി മാർട്ട് എന്ന് കാണും കേട്ടോ. അതിൻ്റെ തൊട്ട ബാക്കിലാണ് നമ്മളെ ഷോപ്പ് വരുന്നത്. ബാക്കിൽ പാർക്കിങ്ങും എല്ലാം ഉണ്ട് കേട്ടോ. ദൂരം നിന്ന് വരുന്നവർക്ക് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും നമ്മളെ ഷോപ്പ് വിസിറ്റാക്കുക. ഫാസ് എന്നാണ് കേട്ടോ നമ്മളെ ഷോപ്പിൻ്റെ പേര്. എൻ്റെ ഇൻസ്റ്റാ പേജ് ഇതാ ഫാസ് ഡിസൈനഡ് ബൈ സഫ എന്നാണ്. ഇതിനകത്ത് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്കും കിട്ടും. അതിൽ നേരെ വന്ന് നമുക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടാം കേട്ടോ. അതായത് ഷോർട്ട് വീഡിയോ ആയിട്ടും ഞാൻ ഇടാം. പിന്നെ അതുപോലെ തന്നെ ലോങ് വീഡിയോ ഒക്കെ ആയിട്ടിടാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം കേട്ടോ. പിന്നെ നാട്ടിലേക്ക് നമ്മൾ ഇപ്പം ഡെലിവറി ഇല്ല കേട്ടോ, നാട്ടിലേക്കില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും ദുബായിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ മാപ്പിളാരുടെ അടുത്ത് പറഞ്ഞാൽ മതി വാങ്ങിക്കാൻ. നമ്മളെ ഷോപ്പിൽ വന്നിട്ട് നോക്കിയിട്ട് അങ്ങനെ വാങ്ങിച്ചാൽ മതി കേട്ടോ. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, ഓപ്പണിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓഫർ ഇടുന്നുണ്ട് കേട്ടോ. നല്ല പ്രൈസിലാണ്, കുറഞ്ഞ പ്രൈസിലായിട്ട് കൊടുക്കുന്നുള്ള 3 പീസ് സെറ്റെല്ലാം നല്ല അടിപൊളി ക്ലോത്തിൻ്റെതും കോട്ടണിലും കോഡ് സെറ്റിനും ഒക്കെ നല്ല പ്രൈസ് കുറവാണ്. നിങ്ങൾ ഷോപ്പ് വന്നിട്ട് വിസിറ്റ് ആക്കട്ടോ. അപ്പം ഞാൻ ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ ഫാസ്റ്റ് ഡിസൈൻ ബൈ സഫ എന്നുള്ള ഇൻസ്റ്റാ പേജിലിടും. നിങ്ങൾ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് മസ്റ്റായിട്ട് ഫോളോ ചെയ്യട്ടോ. പിന്നെ നമ്മളടുത്ത് കൂടുതലും ഡെയിലി വെയറും അതുപോലെ തന്നെ കോഡ് സെറ്റ്, പാർട്ടി വെയർ ഉണ്ട്. പിന്നെ നെയ്റ്റി, പിന്നെ കുറച്ച് അബായ ഉണ്ട് കേട്ടോ. ഇൻഷാല്ലാ ഇനി അബായെല്ലാം ഇനി നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ട്, അത് എത്തിയില്ല, എത്താനുണ്ട്. അപ്പോൾ അതാ നമ്മൾ വാങ്ങിച്ചില്ലേ ആങ്കർ, അപ്പം അത് സെറ്റാക്കാന്ന് കേട്ടോ. ഇത് നല്ല ക്യൂട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഗോൾഡൻ കളറ് വന്നുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഞാനിത് ഫുള്ളായിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ട് കാണിക്കാം കേട്ടോ. നമ്മളിത് ഒരു ദിവസമല്ല കേട്ടോ ഞാൻ ഷൂട്ടാക്കി, കുറച്ച് ഇങ്ങനെ പണിക്കാരുണ്ടാകുമ്പോൾ പോയിട്ട് ഞാൻ ചിലപ്പോൾ പോകും. അപ്പോൾ അങ്ങനെ ഷൂട്ടാക്കുന്ന. പിന്നെ അത് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഷൂട്ടാക്കലൊന്നുമില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ കുറച്ചായിട്ട് പിന്നെ നമ്മൾ രാത്രി ചിലപ്പം ഒന്ന് ഇങ്ങനെ സെറ്റാക്കാൻ പോകും. പിന്നെ പിറ്റേന്ന് ചിലപ്പോൾ പണിക്കാർ പിന്നെയും വരും, പിന്നെയും നമ്മൾ അതെല്ലാം എടുത്തേക്കും. എന്തെങ്കിലും ഒരു അറ്റകുറ്റപ്പണികൾ ഉണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെ ആയിട്ടും അൽഹംദുലില്ലാ കുറച്ച് കഷ്ടപ്പെട്ടാലും നമ്മൾ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അൽഹംദുലില്ലാ. പിന്നെ ഫാദറിൻ്റെ ഫ്രണ്ട് ബിലാലുണ്ട്. അപ്പം അവരുണ്ട് തന്നെ ഒരു വൈഫും ഉണ്ടായിട്ട് രാത്രിയെല്ലാം വരും. ഇങ്ങനെ ഡ്രസ്സെല്ലാം ഇങ്ങനെ ഓരോന്ന് നമുക്കിതിനെപ്പറ്റി കൂടുതൽ അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞുതരും, ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഷെയറാക്കി തരും. നമ്മൾ എന്നിട്ട് അതുപോലെയൊക്കെ ഇങ്ങനെ നമുക്കിത് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. അതായത് നമ്മളിതുവരെ ഷോപ്പായിട്ട് ഓപ്പൺ ആക്കിയിട്ടില്ല. ഫാദോ മൊബൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഫാദോന് പണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു പരിചയമുള്ളൂ. ഡ്രസ്സിൻ്റെതായിട്ടുള്ള ഒരു ഷോപ്പിൽ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പരിചയമില്ല. പിന്നെ എൻ്റെ ഉപ്പാക്ക് അല്ലെങ്കിൽ ബ്രദറിനൊക്കെ ഇതുപോലത്തെ റെഡിമെയ്ഡ് ഷോപ്പാണ് കേട്ടോ. പിന്നെ നമ്മളിതുവരെ അങ്ങോട്ട് അവർ പണിയെടുക്കും. പക്ഷേ അവരെ ആ ഒരു കഷ്ടപ്പാടൊക്കെ ഉപ്പാൻ്റെയൊക്കെ കഷ്ടപ്പാട് ഇപ്പോഴായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ സ്വന്തമായിട്ടൊന്ന് ഓപ്പൺ ചെയ്യുമ്പോഴാണ്
ഇതിൻ്റെ ബാക്കിൽ എത്രമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ അന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് ഓപ്പൺ ആക്കുമ്പോഴൊന്നും നമുക്കറിയില്ലല്ലേ. പക്ഷേ ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഇതുപോലെ ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമുക്കറിയുന്നത് ഒരുപാട് കഷ്ടപ്പാടുണ്ടെന്ന്. നല്ല അൽഹംദുലില്ലാ, നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക, കച്ചവടമൊക്കെ ഉണ്ടാവട്ടെ ഇൻഷാ അല്ലാ. അപ്പം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇപ്പം നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വീഡിയോസ് എല്ലാം ഇടും, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബയോയിൽ നമ്പറുണ്ട്, അതിൽ എനിക്ക് വാട്സപ്പ് ആക്കിയാൽ മതി. അപ്പം ഞാൻ റീപ്ലൈ തരാം കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നില്ലേന്ന്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പം ഇങ്ങനെ ബിസിനസ്സിൽ ഇങ്ങനെ പോവാന്ന് അൽഹംദുലില്ലാ. പിന്നെ നമുക്ക് ഈ ഗോൾഡൻ വിസ എല്ലാം ഉണ്ട് കേട്ടോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല അൽഹംദുലില്ലാ. പിന്നെ എൻ്റെ ലൈഫിലില്ലേ, ഞാൻ നല്ലോണം ആഗ്രഹിച്ചതായിരുന്നു ഓൺലൈൻ ബിസിനസ്. പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 മാസം ആകുന്നു. അപ്പം തന്നെ എനിക്ക് എന്തെല്ലോ ഇഷ്യൂ വന്നിട്ടാ. അതായത് 2025 എനിക്ക് അത്രയും ഭീകരമായിരുന്നു. എന്തെല്ലോ ഒരു ബേജാറും കഴിയാതാവൽ തന്നെ ഓരോരോ ഹെൽത്ത് ഇഷ്യൂ വന്നിട്ടാ, ഓരോരോ പ്രശ്നങ്ങളും. ആദ്യമെല്ലാം നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ശരീരം കൊണ്ട് എനിക്ക് കഴിയാതായി. അപ്പം നമ്മൾ പറയില്ലേ, ഈ കണ്ണേറ് കുറേ ആൾക്കാർ കമൻറ്റിലൂടെ പറയലുണ്ട്, കണ്ണേറ് തട്ടൂട്ടാന്ന്. അത് ശരി തന്നെ കേട്ടാ, നല്ലോണം കണ്ണേറ് തട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അനുഭവിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഷോപ്പ് ഓപ്പൺ ആക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് നിങ്ങളടുത്ത് ഷെയർ ആക്കണമെന്നുണ്ട്. പക്ഷേ എനിക്ക് പേടിയാണ് കേട്ടോ. നിങ്ങൾ കണ്ണ് വെച്ച് അങ്ങനെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ നടക്കാൻ പോകുന്ന കാര്യമല്ലേ, എൻ്റെ ഇതങ്ങനെയെന്ന്, നടക്കാൻ പോകുന്ന കാര്യം ആരടുത്തെങ്കിലും ഷെയർ ആക്കിയാൽ അത് എന്തെങ്കിലും ആയിട്ട് ഇല്ലാതാവുക. അതേപോലെ തന്നെ ഓൺലൈൻ ബിസിനസ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് 3 മാസം അടിപൊളിയായിട്ട് പോയി. പിന്നെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂ വന്ന് എൻ്റെ ഉമ്മാൻ്റെ കഴിയാതായി. അങ്ങനെ എന്തെല്ലാം ഈ നാട്ടിലേക്ക് പോവുക, ഫുള്ള് ടെൻഷന്, ഡിപ്രഷന്, ഇതൊക്കെ ആയിട്ട് ഓരോരോ അവസ്ഥകളായിരുന്നു കേട്ടോ. അപ്പം തന്നെ ഇങ്ങനെ ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാദർ മാത്രമല്ല, നമ്മളെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അതായത് യൂട്യൂബിൽ ഞാൻ കണ്ടില്ല, അവർ പോലും നമുക്ക് പ്രാർത്ഥിക്കലുണ്ടായിരുന്നു. പിന്നെ കഴിയാതായിട്ടുള്ള ടൈമിലെല്ലാം. പിന്നെ അത് ഇൻസ്റ്റയിലും ഒക്കെ കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ, എന്തായി സൽമാ, എന്നെ കാണാതായിട്ട് പോലും എനിക്ക് മെസ്സേജെല്ലാം അയക്കുന്ന കുറേ ഉമ്മമാരും കുറേ സിസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. അൽഹംദുലില്ലാ, അതിൽ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളെ ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്. കണ്ണേറ് എന്ന് പറഞ്ഞാലും നമ്മളോട് അത്രയും കുറച്ച് ദേഷ്യമൊക്കെ വരുന്നവരില്ലേ. അതായത് ഇപ്പോൾ നമ്മളടുത്ത് പൈസ അത്ര ഉണ്ടായിട്ടൊന്നുമല്ല, നമ്മൾ ഓരോരോ ആഗ്രഹങ്ങൾ നമ്മൾ നിറവേറ്റുന്നതല്ലേ, ഉള്ളത് കൊണ്ട് നമ്മൾ നിറവേറ്റുക. പിന്നെ നമ്മൾ കടങ്ങൾ വന്നാൽ അത് വീട്ടൽ, അങ്ങനെ തന്നെയല്ലേ ഓരോരോ ബിസിനസ് എന്ന് പറയുമ്പം അതാണ്. അപ്പോൾ ഫാദർ എപ്പോഴും പറയലുണ്ട് കേട്ടോ, മുന്നേ ഒന്നും നീ ഷെയർ ആക്കേണ്ടത്. കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചായിരുന്നു, പക്ഷെ ഞാൻ ഇങ്ങനെ ആരോടെങ്കിലും പറയൂ കേട്ടോ, പിന്നെ അതില്ലാതാവും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആരെടുത്തും ഷെയർ ആക്കിയിട്ടില്ലായിരുന്നു. എല്ലാം ഒന്ന് സെറ്റായതിൻ്റെ ശേഷമാണ് കേട്ടോ എല്ലാവരുടെ അടുത്തും. നമ്മളെ വീട്ടുകാരുടെ അടുത്ത് ഷെയർ ആക്കിയിരിക്കണം, അതല്ല പുറത്ത്. പേടിയായിരുന്നു എനിക്ക്, സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഷെയർ ആക്കിയിട്ടില്ലായിരുന്നു. പിന്നെ ഈ ഒരു സെറ്റിലെ ഇത് വളമെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാന്ന്. ഇത് വൈറ്റും ഗോൾഡൻ കളറും അവിടെ ഉണ്ട്, മാത്രം വൈറ്റല്ല, ഒരു ഓഫ് വൈറ്റാണ് മാത്രം. അത് വാങ്ങിച്ചില്ല കേട്ടോ. നമ്മൾ ഈ ഗോൾഡൻ കളറ്, അതായത് ഈ വളകളൊക്കെ അല്ലേ, അത് കാണൂലല്ലേ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ബ്ലാക്ക് ആകുമ്പോൾ ഫാദർ പറഞ്ഞ് ബ്ലാക്ക് ആകുമ്പോൾ നല്ല കാണുന്നറിഞ്ഞിട്ട് പിന്നെ അതന്നെ ആ ഒരു സ്റ്റാൻഡ് തന്നെ വാങ്ങിച്ചിട്ടാ. അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ച് വളകളൊക്കെ ഉള്ളൂട്ടാ നമ്മളെടുത്ത്. ഇൻഷാ അല്ലാ ഇനി നമുക്ക് ഓരോരോ ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ ഓരോരോ ഐഡിയകളൊക്കെ ഉണ്ട് മനസ്സിൽ. ഇൻഷാ അല്ലാ ഓരോന്ന് നമ്മൾ ആഗ്രഹിച്ചത് ഇങ്ങനെ സാധിപ്പിച്ചെടുക്കണമല്ലോ. ഇൻഷാ അല്ലാ ദുആ ചെയ്യുക. അപ്പോൾ എല്ലാവരും അജ്മാലിലും അതുപോലെ തന്നെ ഷാർജയിലും ദുബായിലൊക്കെ ഉള്ളവർ എന്തായാലും നമ്മളെ ഷോപ്പ് വിസിറ്റ് ആക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഫാസ് ഡിസൈൻ ബൈ സഫ എന്നുള്ളതിൽ ബയോയിൽ നമ്മളെ വാട്സപ്പ് നമ്പറുണ്ട്. അപ്പം അതൊന്ന് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ വാട്സപ്പിലെത്തും. അപ്പോൾ ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞാൽ മതി, ആ ലൊക്കേഷൻ നമ്മൾ ഷെയർ ആക്കി തരാം. അപ്പോൾ ഒരുപാട് നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മളെ ഷോപ്പ് വിസിറ്റ് ആക്കുക. അങ്ങനെ 18-ാം തീയതി ശനിയാഴ്ച ആയിരുന്നു കേട്ടോ നമ്മൾ ഇനോഗ്രേഷൻ വരുന്നത്. അപ്പം അന്ന് ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ, ഫുള്ള് സെറ്റാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നന്ന രാവിലെ
ഇവിടുന്ന് തന്നെ നമുക്ക് ദുആയിരുന്നിട്ട് അങ്ങനെ ഇവിടുന്ന് സുന്നത്തും കാര്യങ്ങളും നിസ്കരിച്ച് ദുആ ചെയ്തിട്ട് നമുക്ക് പോവാം. എന്നിട്ട് പിന്നെ 5 മണിക്ക് ഷോപ്പ് ഓപ്പൺ ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് കറക്റ്റ് ടൈമോ എന്തായത് ഫുള്ളൊരു സെറ്റായിട്ടില്ല, എന്തെല്ലോ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ പിന്നെ ദുആയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ റൂമിൽ പോയി. പിന്നെ 5 മണിക്ക് 5 മണിക്കല്ല 2 മണിക്കേ വന്നിട്ടുണ്ട് കേട്ടോ ഫുള്ളൊന്ന് സെറ്റാക്കാൻ. പിന്നെ നമ്മൾ ഇൻഫ്ലുവൻസർ ആരെടുത്തും പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മളെ ഫാദറിൻ്റെ ചങ്ങായിമാരെ കസിൻസ് ഇവിടെ ഉള്ളവരടുത്ത് തന്നെ, അതും അന്ന് രാവിലെ എന്നിട്ട് പറയുന്നത് ഒന്നും ഫുള്ള് സെറ്റായിട്ടില്ല. പിന്നെ നമ്മൾ 5 മണിക്കാണ് ഇനോഗ്രേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ മഗ്‌രിബ് നിസ്കരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇനോഗ്രേഷൻ കഴിഞ്ഞത്. കാര്യം എന്തെല്ലോ ഒന്ന് സെറ്റാക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഫാദറിൻ്റെ കസിനാണ് ബ്ലാക്ക് ടീഷർട്ട് ഇട്ട് അവർ, പിന്നെ ഫാദറിൻ്റെ ചങ്ങായിമാർ, പിന്നെ ആ 2 പെൺകുട്ടികളില്ല, അത് ഫാദറിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു മോളാണ്. പിന്നെ മറ്റേത് ഒരു ഉമ്മാൻ്റെ ഫ്രണ്ടിൻ്റെ മോള് വന്നിട്ട്. അപ്പോൾ അവരെല്ലാം വന്നതുകൊണ്ട് ബലൂൺ ഇങ്ങനെ വീർപ്പിക്കാനും അങ്ങനെ ഓരോരോ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഓരോന്ന് നടന്നുകൊണ്ടുണ്ട് കേട്ടോ. പിന്നെ കസിനും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാദറിൻ്റെ ചങ്ങായിമാരും എല്ലാവരും കൂടെ കേട്ടോ. പിന്നെ പ്രത്യേകം എനിക്ക് എടുത്ത് പറയാനുള്ളത് നമ്മളെ ഫ്രണ്ടിലതാ മിനി മാർട്ട് കാണുന്ന അവിടെ ആ ഷോപ്പിലുള്ളത് അനസ്കയാണ് കേട്ടോ, ഫാദറിൻ്റെ ഫ്രണ്ടാണ്. അപ്പം അവരാണ് നമ്മൾ ഇങ്ങനെ ഒരു ഷോപ്പുണ്ട് എന്നെല്ലാം പറഞ്ഞതിട്ടാ. അപ്പം അവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നിട്ട് അങ്ങനെ ചെയ്താൽ മതി എന്നെല്ലാം പറഞ്ഞിട്ട് മാഷാ അല്ലാഹ് നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. താങ്ക്സ് അനസ്ക. പിന്നെ നമ്മളെ സപ്പോർട്ടാക്കിയ എല്ലാവർക്കും കേട്ടോ ഒരുപാട്. എനിക്ക് അപ്പം എന്ത് പറയാൻ പറ്റില്ല, ഞാൻ ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. അതായത് പിറ്റേന്ന് ഉറങ്ങിയിട്ടില്ല, നേരെ നമ്മൾ ഉറങ്ങാഞ്ഞാൽ എന്തെല്ലോ ബുദ്ധിമുട്ടല്ല. പിന്നെ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഞാൻ ഫൗസാൻ്റെ മൈലാഞ്ചി കിട്ടതായിരുന്നു കേട്ടോ. അപ്പം ഇത് നമ്മളെ കളക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇതിൽ 4-5 കളേഴ്സ് ഉണ്ട് കേട്ടോ. ഒരു ധോത്തി പാൻ്റൊക്കെ ആയിട്ടാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം അതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ ചെയ്യട്ടോ ഇൻഷാ അല്ലാഹ്. ഇതാണ് ഫാദറിൻ്റെ കസിൻ കേട്ടോ. അങ്ങനെ കുറച്ച് ആൾക്കാരോട് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെയുള്ള, അതായത് നമ്മൾ അജ്മാൻ ചുറ്റുഭാഗത്ത് അമീന ഹോസ്പിറ്റലിൻ്റെ അവിടെയുള്ള അങ്ങനെ ഉള്ള കുറച്ച് ആൾക്കാരോട് അറിയുന്നവരടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു ടൈമിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് അൽഹംദുലില്ലാ. പിന്നെ കുറേ ആൾക്കാർ വന്നിട്ടില്ല കേട്ടോ, കാരണം വന്ന് രാവിലെയാണെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ, അതായത് ശനിയാഴ്ച ഈവനിങ് ആണ്. അപ്പോൾ ഞായറാഴ്ചക്കൊക്കെ അവർക്ക് എന്തെല്ലോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുറേ ആൾക്കാർ വന്നിട്ടില്ല. പിന്നെ പിറ്റേന്നൊക്കെ ആയിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഫാദറിൻ്റെ കൊലീഗാണ്. ഫാദർ അമീന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തില്ല ആ ഒരു ടൈമിൽ ഫാദറിൻ്റെ കൊലീഗായിരുന്നു കേട്ടോ. അപ്പം അവരെ മുന്നേ പണ്ട് വീഡിയോസിലെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവരെ 2 പിള്ളേരാണ് കേട്ടത്, കുട്ടികളാണ്. ഇത് ഫാദറിൻ്റെ കസിനാണ് റോസ്. ഇവനെല്ലാം വന്നതിന് ശേഷം കുറേ ഹെൽപ്പാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, കുറേ ഡ്രസ്സും കാര്യങ്ങളും. അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി ഓരോരോ നമുക്ക് ഷെയർ ആക്കി തരൂലേ. നമുക്ക് ഉറങ്ങാത്തത് കൊണ്ട് തന്നെ എന്തെല്ലോ ഒരു മനസ്സൊക്കെ ഒരു ബേജാറും സന്തോഷവും എന്തെല്ലോ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഫാദറിൻ്റെ ഫ്രണ്ടിൻ്റെ മോളും പിന്നെ അവരുടെ ഫ്രണ്ടിൻ്റെ മോളാണ് കേട്ടോ മറ്റേത്. അപ്പം അവർ രണ്ടാളും കുറേ ഹെൽപ്പാക്കിയിട്ടുണ്ട്. ഇതാണ് അനസ്കട്ട ബാക്കിലില്ലേ. അപ്പോൾ ഇതാ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ ഫാദറിൻ്റെ കൊലീഗ് ഫിലിപ്പീൻസിലെ. അപ്പം അവൾ കൊണ്ടുവന്നതാട്ടെ കേക്ക്. അപ്പോൾ പറയാന്ന് ഇനിയിപ്പോൾ അത് കട്ട് ചെയ്യാന്ന്. അപ്പോൾ എല്ലാവർക്കും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനോഗ്രേഷൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു ഫോണിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ റീൽസിന് വേറെ ഷൂട്ടാക്കുന്നല്ലേ ഇങ്ങനെ, പിന്നെ യൂട്യൂബിലേക്ക് വേറെ തന്നെ ഷൂട്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഷൂട്ടാക്കിയില്ല. ഞാൻ ഇൻഷാ അല്ലാ ഷോർട്ട് വീഡിയോ ഇടട്ടോ. അപ്പോൾ അതാ കേക്ക് കട്ട് ചെയ്യാന്ന്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേക്ക് അത്ര വലിയ കേക്കല്ലേ, പക്ഷേ ഈ കേക്ക് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് നമ്മളെ ഷോപ്പിൻ്റെ അപ്പുറത്ത് തന്നെ അവർ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. പക്ഷേ നല്ല അടിപൊളി കേക്കായിരുന്നു, എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഇനോഗ്രേഷന് ഉപ്പാനെ വിളിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഉപ്പാക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ പ്രശ്നമൊക്കെ കാരണമല്ലേ ഉപ്പാക്ക്, ഞാൻ പറഞ്ഞാന്നറിയില്ല കേട്ടോ. പിന്നെ ഉപ്പാക്ക് വരാൻ പേടിയല്ല. അപ്പോൾ മൂത്ത ബ്രദർ പറഞ്ഞ് വേണ്ട കൊണ്ടുവരണ്ട, എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ വന്നിട്ടുമില്ല കേട്ടോ. ഉപ്പാക്ക് വരേണ്ട ടൈമല്ല അതിന്, പക്ഷേ ഇപ്പം വരണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവൻ വിളിപ്പിച്ചില്ല. പിന്നെന്തപ്പാ,
പിന്നെ ഫാദുവിൻ്റെ ഉപ്പ പിന്നെ ഇല്ല കേട്ടോ, ഫാദുവിന് ഉപ്പയില്ല. പിന്നെ ഉമ്മ ആയാലും നാട്ടിലാണ്, പിന്നെ എൻ്റെ ഉമ്മ ഇല്ല. എന്തായാലും ഉമ്മാക്കെല്ലാം ഞാനിങ്ങനെ പറയട്ടെ, ഓൺലൈനിൽ ചെയ്ത പഠനം ഉമ്മ എന്നിട്ട് ഇങ്ങനെ വിളിച്ച് ചോദിക്കല എങ്ങനെ കച്ചവടം ഉമ്മാക്ക് ഓൺലൈനിൽ നിന്ന് പറയുമ്പോൾ അറിയൂലല്ലേ, അവർക്കൊന്നും അറിയില്ലല്ലോ. അപ്പം എങ്ങനെ കച്ചവടം ഉണ്ടാകുന്നല്ലേ ചോദിക്കൂട്ടാ. ഞാൻ ഓൺലൈനിൽ അതായത് തുടങ്ങിയതിന് ശേഷം ഉമ്മ ഇങ്ങനെ ചോദിച്ചുകൊണ്ടുണ്ടായിന്. പിന്നെ എന്ത് ചെയ്യാനോ, ഉമ്മാക്ക് അള്ളാഹ് ആയുസ്സ് കൊടുത്തില്ല. പിന്നെ ഇപ്പോൾ കണ്ടില്ല അവർ സാജിക്കാണ് കേട്ടോ, അതും അതിൻ്റെ ഫ്രണ്ട് തന്നെയാണ്, കാസർഗോഡുള്ളതാണ്. പിന്നെ ഒരു കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കട്ട് ചെയ്തില്ല, കാരണം ആ ഒരു കേക്കിനെ ഇപ്പോൾ പണ്ടത്തെ പോലെ കേക്ക് കേക്കലൊക്കെ കുറവല്ല എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനിപ്പം അതായത് ഇത് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വരാത്തവരൊക്കെ വരും, കസിൻസും എല്ലാം വരും. അപ്പോൾ കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ്. പിന്നെ പിന്നെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, അവരെ വീഡിയോസൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ കുറേ ആൾക്കാർ എൻ്റെ ഫോൺ മെമ്മറിയിൽ ഫുള്ളായി. ലാസ്റ്റ് പിന്നെ എനിക്ക് ക്ഷീണമായി അങ്ങനെയൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ കളക്ഷനും ഒക്കെ അപ്ഡേറ്റ് ആക്കും. നിങ്ങൾ മാപ്പിളാർക്ക് ദുബായിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അജ്മാനിൽ ഷാർജയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ഷോപ്പ് വന്നിട്ട് വിസിറ്റ് ചെയ്യാൻ പറയുക. ലൊക്കേഷന് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. എല്ലാവരും ദുആ ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.